ഇപ്പൊ ഈ കുട്ടിക്കാളി ചാത്തൻ ഇതുപോലെ വെറൈറ്റി കോണ്ടന്റ് വേറെ ഏതല്ലേ? പിന്നെ കുട്ടിക്കാളി, ചാത്തൻ, പുടലൻ, മോഹിനി, പിന്നെ പിന്നെ ഏതൊക്കെയുണ്ട് ഓർമ്മയിൽ വരുന്നില്ല. ഇത് ചെക്ക് ചെയ്യുമ്പോൾ അല്ല എന്നാലും കേട്ടിരിക്കാൻ നല്ല രസമുള്ള ചെക്ക് ചെയ്യട്ടെ. ഓക്കെ, ഇത് ഫോക്കല്ല, ഇത് വേറൊരു ഇത് പൂച്ച തട്ടി എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്. പൂച്ച തട്ടി, അതാണ് പാട്ടിൻ്റെ പേര്. അത് ഞാൻ കുട്ടിക്കാലത്ത് ഉമ്മ പാല് വാങ്ങാൻ വേണ്ടി പറഞ്ഞു വിടും. അപ്പോൾ ഈ പാക്കറ്റ് മിൽമയുടെ പാക്കറ്റ് പാലുണ്ടോ, ഇത് ഒറിജിനൽ സ്റ്റോറി? ഒറിജിനൽ അല്ല, ഇത് അതിൽ നിന്ന് ഉണ്ടായതാണ്. അപ്പൊ ഞാൻ സമയം പെട്ടെന്ന് അത് ഓർത്തപ്പോൾ ഞാൻ ഉണ്ടാക്കിയ പാട്ട്. അങ്ങനെ നടന്നു വരുമ്പോൾ ഞാനിത് പൊട്ടിച്ചിട്ട് ഇതിൽ നിന്ന് കുടിക്കും. അപ്പം ഉമ്മ വീട്ടിൽ വരുമ്പോൾ വഴക്ക് പറയും, പാല് കുറവാണ്, അങ്ങനെ പൊട്ടിച്ചൊക്കെ കണ്ടിട്ട് വഴക്ക് പറയും. അപ്പം അതുപോലെ ഈ കഥയിൽ ഒരു കുട്ടി ഒരു പാൽ തൊട്ടിയിൽ പാല് വാങ്ങിയിട്ട് കൊണ്ടുവന്ന് കിച്ചണിൽ വെക്കും. പിന്നെ കാണുന്നത് അത് തട്ടി മറിഞ്ഞിരിക്കുന്നു, അതിൻ്റെ അകത്ത് പൂച്ച ഇങ്ങനെ നടന്നു പോയ പാടൊക്കെ ഉണ്ട്. പക്ഷേ ഉമ്മ വന്നിട്ട് അടിക്കുന്നവനെയാണ്. ആണ് പാട്ട്. പാൽ തൊട്ടി പൂച്ച തട്ടി ഉമ്മ ഞെട്ടി എൻ്റെ തൊലിയും പൊട്ടി, പൂച്ചട്ടി കയ്യി കിട്ടി എറിഞ്ഞുമ്മ എൻ്റെ തലയും പൊട്ടി, ഉമ്മ തൊട്ടി ഞാൻ തിട്ടമേല് വെച്ച് അള്ളാണ വീഴാണ്ട് നോക്കി നീക്കി വെച്ച്, പൂച്ച കാണുണ്ടോന്ന് നോക്കി മേലെ മച്ച്, ഉമ്മ എന്നെ തല്ലല്ല ഞാൻ പാവം കൊച്ച്, ഉമ്മ എന്നെ തല്ലല്ല ഞാൻ പാവം കൊച്ച്, പാൽ തൊട്ടി പൂച്ച തട്ടി ഉമ്മ ഞെട്ടി എൻ്റെ തൊലിയും പൊട്ടി, പൂച്ചട്ടി കയ്യി കിട്ടി എറിഞ്ഞുമ്മ എൻ്റെ തലയും പൊട്ടി. ശരിക്കും കുറെ അടിയൊക്കെ കിട്ടിയിട്ടുണ്ടോ? ചില പല പല കാരണങ്ങൾ, ചിലപ്പോൾ പുറത്തൊക്കെ പോയിട്ട് ഡ്രസ്സൊക്കെ അഴുക്കാക്കിയിട്ട് വരുന്നതിനാണ് അങ്ങനെ. അപ്പോൾ ഈ പാൽ തൊട്ടി പാട്ട് അങ്ങനെയാണ്. ഇത് അവൻ തന്നെ കുടിച്ചിട്ട് അവസാനം ഇത് വയറ്റുന്ന ഇങ്ങനെ ഛർദ്ദിക്കുന്നതൊക്കെ ഉണ്ട്. ഇത് അവൻ തന്നെ കുടിച്ചിട്ട് ഇങ്ങനെ വിരൽ വെച്ചിട്ട് ഇങ്ങനെ പൂച്ച നടന്നു പോയ പാടൊക്കെ ഉണ്ടാക്കി വെച്ചതാണ്. വന്നിട്ടില്ല. അങ്ങനെ ഒരു പാട്ടാണ്. ഇങ്ങനെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കഥകൾ ഉണ്ടാക്കും, അത് പാട്ടാക്കും. ഇങ്ങനെ ലൈഫ് എന്ന് വന്ന വേറെ ഏത് സോങ്ങാ വന്നിട്ടുള്ളേ? അങ്ങനെ വെച്ച് ഓർമ്മയില്ല. കുറെ പാട്ടുകൾ, കുറെ എൻ്റെ നോട്ട്സ് സ്ക്രോൾ ചെയ്താൽ ഒരു 1000-ഓളം പാട്ടുകളുണ്ട്. 1000-ഓളം. അപ്പൊ എനിക്കറിയില്ല ഏതൊക്കെയാണ് ഓർത്തെടുക്കാൻ കുറച്ച്. ഈ മറ്റേ നേരത്തെ പറഞ്ഞില്ലായിരുന്നു മോഹിനി, ചാത്തൻ, അതൊക്കെ കുറച്ച് വേറെ നമ്മളെ കുറച്ച് ഡീപ്പായി ചിന്തിക്കുന്ന ലെവലിലോട്ട് പോകുന്നുണ്ട്. ഇതൊക്കെ കുറച്ച് സിമ്പിൾ വെർഷൻ അല്ല, എന്തിനും ചിന്തിക്കണം. ഈസി കുറച്ചും കൂടെ അത് ഉണ്ടാക്കാനാണ്. ഏതാ അത്രയും? ഓ, നമുക്ക് ഡീപ്പായിട്ട് നോർമൽ ആയത് ഉണ്ടാക്കാനായിരിക്കും ഈസി. നോർമലായിട്ട് ഉണ്ടാക്കുന്നതാണ് പാട്. അത് അഭിനയത്തിലും അങ്ങനെ തന്നെയല്ലേ? ഇപ്പൊ അഭിനയിക്കുമ്പോൾ പറയാറുണ്ടല്ലോ, അത് അഭിനയിക്കുന്ന പോലെ അഭിനയിക്കാൻ ഈസിയാണ്, പക്ഷെ അഭിനയിക്കുന്നില്ല എന്ന് തോന്നി നമുക്കത് അതായിരിക്കും കൂടുതൽ ടാസ്ക്. അതുപോലെ നോർമൽ ചെയ്യാനാണ് ടാസ്ക് എപ്പോഴും. ഇതിലെ ഏത് ചെയ്യാനാണെങ്കിലും മുത്ത് കംഫർട്ടബിൾ ആണ്, ചെയ്യും. അത് ചെയ്യും. അങ്ങനെ ടാസ്ക് എന്ന് പറഞ്ഞ സാധനമൊന്നുമില്ല. ഇങ്ങോട്ട് ചെയ്യുക, നമ്മുടെ മുന്നിൽ ചെയ്യാന്നുള്ളതാണ് ഒരു ടാസ്ക് ബേസിക്കലി. എന്താന്നാലും ചെയ്യുക, അതെന്താന്നാലും ചെയ്യുക. ഓക്കെ. ഹനാൻ ഷാനായിട്ട് കുറെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, എന്തായിരുന്നു എക്സ്പീരിയൻസും കാര്യങ്ങളും എങ്ങനെയായിരുന്നു? ഹനാൻ ഷാ ഇപ്പോൾ അഗമേ എന്ന് പറയുന്ന പാട്ട് മ്യൂസിക് പ്രൊഡ്യൂസർ ജുബൈർക്കാണ്. ആ പാട്ട് ഞാൻ ഈണം ചെയ്തു, എഴുതി. അപ്പോൾ അത് എൻ്റെ മനസ്സിലുണ്ടായതിനേക്കാളും ഹനാൻ ഷാ വന്നത് പാടിയപ്പോൾ അത് വേറൊരു ലെവലിലോട്ട് മാറി. അങ്ങനെ അഗമയാണ് ഞാനും ഹനാൻ ഷായും ചെയ്യുന്ന ഫസ്റ്റ് വർക്ക്. പിന്നെ അത് കഴിഞ്ഞിട്ട് കാതൽമാരി എന്ന് പറഞ്ഞൊരു ട്രാക്ക് ചെയ്തു. അതിൻ്റെ കമ്പോസർ മാനസ് കൃഷ്ണയാണ്. അതിൻ്റെ അകത്ത് ഞാൻ ഒരു ഭാഗത്ത് റാപ്പൊക്കെ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലിറിക്സ് മൊത്തം ചെയ്തു. അത് കഴിഞ്ഞിട്ട് ആടയഴക എന്ന് പറയുന്ന 4 ആർട്ടിസ്റ്റുകളുടെ കൊളാബറേഷനാണ്. അത് നിഹാൽ സാദിഖ്, ജുബൈർ മുഹമ്മദ്, ഞാൻ, ഹനാൻ ഷാ, 4 പേര്, ഞങ്ങൾ 4 പേരുള്ള ട്രാക്കാണ്. അതിൻ്റെ അകത്ത് എൻ്റെ ഭാഗം ഞാനാണ് ചെയ്തത്. ബാക്കിയുള്ള ലിറിക്സ് മറ്റൊരു ആൾ ചെയ്തു. പിന്നെ പാടിയത് വേറെ 3 പേരാണ്, ജുബൈർ മുഹമ്മദും ഹനാൻ ഷാ, നിഹാൽ സാദിഖും ഓരോരോ ഭാഗങ്ങൾ പാടി. എൻ്റെ ഭാഗം ഞാൻ എഴുതി പാടി. ഓക്കെ, അത് പാടാവോ? അത് റാപ്പാണ് എൻ്റെ ഭാഗം. നിന്നെ കിട്ടുമൊന്നും മൈൻഡില്ലാത്ത ടെൻഷൻ, ഞാനിടുന്ന സ്റ്റോറിക്കെല്ലാം ഉണ്ട് നിന്റെ മെൻഷൻ, 24/7 നിന്റെ ഫേസിലതിൻ്റെ ടോട്ടൽ ടെൻഷൻ, ഒരു ഞൊടി നീ ഇല്ലേ ബേബേ 100% ബ്രെയിൻ ഇൻഫ്രാക്ഷൻ, വള്ളക്കില്ലിക്കല്ല മനത്തുകുലിക്കല്ല ഐസിട്ട ലൈമല്ല മൈ സ്വീറ്റി ബേ. കൊള്ളാം, നല്ല റിലേറ്റബിൾ കണ്ടന്റ് ആണല്ലോ. അതിനകത്ത് ഇങ്ങനെ ഐസിട്ട ലൈമല്ലേ ഐസിട്ട ലൈമ. ഓക്കെ, വെറൈറ്റി ലിറിക്സാ. ഇങ്ങനെ ചുമ്മാ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പിടിപ്പിക്കാറുണ്ട്.